Hello beautiful people. Welcome back to my channel. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ എൻ്റെ പേര് രേഖ തോമസ്. വെൽക്കം ടു മൈ വേൾഡ്. ചൈനീസ് ആർക്കിടെക്ചർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഞാനൊരു ചൈന ടൗണിലാണ്, ഷിക്കാഗോയിലുള്ള ചൈന ടൗൺ. ഷിക്കാഗോ ഡൗൺ ടൗണിൽ നിന്ന് ഒരു ഫ്യൂ മൈൽസ് മാറി സൗത്ത് സൈഡിലുള്ള ഒരു നെയ്ബർഹുഡാണ് ഈ ചൈന ടൗൺ. ഇവിടെ വന്നാൽ ചൈനീസ് ട്രഡീഷൻ, ചൈനീസ് ആർക്കിടെക്ചർ, അവരുടെ ഫുഡ്, അവരുടെ കൾച്ചർ, ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ഫുഡ് ലവർ ആണെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണേ. മാംഗോ ചൈന ടൗണിൽ ഞങ്ങളുടെ ഫേവറേറ്റ് ഡെസേർട്ട് ഷോപ്പാണ്. ഇവിടെ ഫ്രഷ് മാംഗോ ബേസ്ഡ് ട്രീറ്റ്സും ഏഷ്യൻ ഇൻസ്പയർഡ് സ്വീറ്റ്സും ഒക്കെ കിട്ടും കേട്ടോ. ഇവിടെ മാംഗോ വെച്ചിട്ടുള്ള ക്രെപ്സ്, സാഗോ, പാൻ കേക്ക്, ഐസ്ക്രീം, യു നെയിം ഇറ്റ്, എന്ത് വേണമെങ്കിലും കിട്ടും. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഇതാണ് മാംഗോ സ്റ്റിക്കി റൈസ്. ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ് ഇത്. മാംഗോ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണേ. ഫുഡ് ഡേ ആണല്ലോ ചൈന ടൗണിൽ മെയിൻ ലക്ഷ്യം. സോ അതുകൊണ്ട് ഞങ്ങൾ പോകാത്ത ഒരു റെസ്റ്റോറൻറ്റിൽ പോയി, മിങ്ഹിൻ റെസ്റ്റോറൻറ്റ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇത് കേട്ടോ. ഞാൻ മിങ്ഹിൻ നമ്മുടെ അടുത്ത്, നമ്മൾ സബേർബ്സിൽ താമസിക്കുന്നതിൻ്റെ അടുത്തൊക്കെ കഴിച്ചിട്ടുണ്ട്, അതാണ് ബെറ്റർ. ഇത് ചൈന ടൗണിലെ മിങ്ഹിൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ അതുകൊണ്ട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഫുഡ് അടി കഴിയുമ്പോൾ നമുക്കൊന്ന് നടക്കണമല്ലോ. സോ ചൈന ടൗണിൽ അതുകൊണ്ട് പിങ് ടോം മെമ്മോറിയൽ പാർക്ക് ചൈന ടൗണിലുള്ളൊരു ബ്യൂട്ടിഫുൾ റിവർ സൈഡ് പാർക്കാണ്. ഇവിടുന്ന് സ്കൈലൈൻ വ്യൂസും സീനിക് ട്രെയിൽസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതൊരു നല്ലൊരു സ്പോട്ടാണ് ഈവനിങ് വാക്കിന്. ചൈന ടൗൺ വിസിറ്റിനൊപ്പം പെയറപ്പ് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് സിറ്റി ക്രൂസ്. അതിപ്പോൾ ലക്ഷറി ക്രൂസ് ആകാം, സൺസെറ്റ് ക്രൂസ് ആകാം, ഫയർ വർക്സ് ക്രൂസ് ആകാം, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത പോലെ ആർക്കിടെക്ചറൽ ക്രൂസ് ആകാം. ഷിക്കാഗോ ഹാസ് സംതിങ് ഫോർ എവ്രി വൺ. യു ജസ്റ്റ് ഹാവ് ടു പിക്ക്. Again, welcome aboard. All right, everybody. You guys ready for a boat ride today? What do you say? Woo is the right response. Chicago culture, and of course, this is an architectural cruise. So we are going to talk about the buildings, but that's not what I mainly want to tell you today. The main thing I want to tell you is I love my city. International Hotel and Tower. This building from 2009, covered in reflective glass. Now you'll have to take my word on this one. This is the second tallest building in Chicago. Like I said, we're going to see the bottom third of the four tallest buildings in the city on our tour. One of the things you can't see though are these patios up and down the sides of the building. Each of those patios at the heights of some of the buildings around. We're here on the right, very iconic towers here in Chicago, looking like corn on the cob. These are Marina City, Bertrand Gold. Let's take a look at some of the details. First, you'll see soaring vertical lines up the surface of the building, all leading up to the setback. ഞാനൊരു ഹാർഡ് കോർ നേച്ചർ ലവർ ആണ്. എങ്കിൽ പോലും ഐ എം ട്രൂലി ഇംപ്രസ്ഡ് ബൈ ദ ഷിക്കാഗോ സ്കൈലൈൻ. ഐക്കോണിക് ബിൽഡിങ്സും ഹിസ്റ്റോറിക് ബ്രിഡ്ജസും എന്ത് രസമാണ് കാണാനായിട്ട്. ഒരു നല്ലൊരു നോളജബിൾ ടൂർ ഗൈഡും കൂടെ ഉണ്ടെങ്കിൽ ആ ഹിസ്റ്ററിയും കൂടെ ഭംഗിയായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഞങ്ങൾ യൂഷ്വലി പിക്ക് ചെയ്യുന്നത് ഈവനിങ് ക്രൂസ് ആയിരിക്കും. അതിപ്പം ഏത് ടൈപ്പ് ഓഫ് ക്രൂസ് ആണെങ്കിലും ഈവനിങ് ക്രൂസ് ആയിരിക്കുമല്ലോ പെർഫെക്റ്റ്. അപ്പം നമുക്ക് ഡേ ലൈറ്റ് കാണുകയും ചെയ്യാം ബിൽഡിങ്സ്. പിന്നെ അതേസമയം രാത്രിയാകുമ്പം ആ രാത്രി വ്യൂവും കൂടെ കാണാൻ പറ്റും, നൈറ്റ് വ്യൂവും കൂടെ കാണാൻ പറ്റും. വെൻഡല ആർക്കിടെക്ചറൽ ക്രൂസ് ഷിക്കാഗോ ഫസ്റ്റ് ടൈമേഴ്സിന് ഒരു മസ്റ്റ് ഡു എക്സ്പീരിയൻസ് ആണ്. ഷിക്കാഗോ വേറൊരു ലെവലിൽ കൂടെ, വേറൊരു പെർസ്പെക്റ്റീവ് കൂടെ കാണാൻ പറ്റും.
ഞങ്ങളുടെ ക്രൂസിൽ ചെറിയതായിട്ട് മഴയുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഡ്രസ്ലിംഗ്, സോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ എപ്പോഴും ഡ്രസ്സപ്പ് നമുക്കറിയാമല്ലോ ഷിക്കാഗോ സിറ്റി, സോ നമ്മൾ ഡ്രസ്ഡപ്പ് ആയിട്ടാണ് പോയിരുന്നത്. നല്ല കാറ്റുമായിരുന്നു ഇടയ്ക്ക്. ഒബ്വിയസ്ലി ഷിക്കാഗോ ഇസ് എ വിൻഡി സിറ്റി, സോ അത് കാരണം നമ്മൾ ഫുള്ളി ഡ്രസ്ഡ് ആയിരുന്നു. ഔട്ട് ഓഫ് ടൗൺ കാണുമ്പോൾ അറിയാം, ഔട്ട് ഓഫ് ടൗണിലുള്ളവരാണ്, അവർക്ക് ഇതൊന്നുമില്ല. സോ അത് കാരണം ബോട്ടിൻ്റെ ലോവർ ലെവലോട്ട് കുറേ പേര് താഴെ പോയി ആ ഒരു സമയത്ത്, മഴയും കാറ്റും എല്ലാം കൂടെ വന്നപ്പോഴത്തേന്. സോ നിങ്ങൾ വരുമ്പം കം പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. അങ്ങനെ നല്ല അടിപൊളി ഒരു ക്രൂസിങ് കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ സിറ്റി ഇങ്ങനെ ഡ്രൈവ് അറൗണ്ട് ചെയ്ത് നടന്നു കുറച്ച് നേരം. ഡിന്നർ ഞങ്ങൾ വീട്ടിൽ തന്നെയാണ്. നല്ല പോർക്കുലർത്തും ക്യാബേജും മോരും ഒക്കെ വീട്ടിൽ മീൻകറിയും ഒക്കെ ഞങ്ങൾ വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ അത് കഴിക്കാനായിട്ടാണ്, ആ ക്രേവിങ്സിലാണ് ഞങ്ങളിപ്പോൾ വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ ഈ ദിവസം ഞങ്ങൾ റാപ്പപ്പ് ചെയ്യുവാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. Until then, bye from Rekha Thomas. Time to say goodbye. Our day was great, now it's time to go home. It's getting late, we've laughed and played under the sun.